10ാം ക്ലാസ്സിന് ശേഷം എൻ്റെ മകളോ മകനോ ഏത് കോഴ്സിന് ചേരും എന്നുള്ള കൺഫ്യൂഷൻ പല രക്ഷിതാക്കൾക്കും കണ്ടേക്കാം. പല കുട്ടികൾക്കും സയൻസും മാത്സും ഒക്കെ എടുക്കാൻ താല്പര്യവും കാണുകയില്ല. ചിലർക്ക് +2 പോകാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല. 2-3 കൊല്ലം കൊണ്ട് ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ കിട്ടുന്ന വളരെയധികം ജോലി സാധ്യതയുള്ള പല ഗവൺമെൻറ് അപ്രൂവൽ കോഴ്സുകളുമുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് പലർക്കും ധാരണ ഉണ്ടാവില്ല. അവ എന്തെല്ലാമാണെന്നും എങ്ങനെ എപ്പോൾ അത്തരം കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നും ഉള്ള ഇൻഫർമേഷൻ നൽകുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെബ്സൈറ്റായ polyadmission.org എന്ന വെബ്സൈറ്റ് അത്തരമൊരു സൈറ്റാണ്. നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇതാണ് polyadmission.org എന്ന സൈറ്റ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈറ്റാണ്. അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട്, റെഗുലർ ഡിപ്ലോമയ്ക്ക് വേണ്ടി. പിന്നെയുള്ളത് ലാറ്ററൽ എൻട്രിയാണ്. റെഗുലർ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ നമുക്ക് 10th പാസ്സായി കഴിഞ്ഞ് പോകുന്നതാണ് റെഗുലർ ഡിപ്ലോമ. അപ്പോൾ റെഗുലർ ഡിപ്ലോമ എന്ന് പറയുമ്പം നമുക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ അങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ലാറ്ററൽ എൻട്രിയാണ്. ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ അഡ്മിഷന് ത്രൂ ലാറ്ററൽ എൻട്രി കിട്ടുന്ന ആ ഒരു പ്രൊസീജിയറാണ്, എങ്ങനെ കിട്ടുമെന്നുള്ളത്. പിന്നെ ഉള്ളത് വർക്കിംഗ് പ്രൊഫഷണലിന് വേണ്ടിയുള്ള ഡിപ്ലോമ അഡ്മിഷൻസ്, പാർട്ട് ടൈം ഡിപ്ലോമ, പിന്നെ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തുള്ള ഡിപ്ലോമ, പിന്നെ ഫാഷൻ ഡിസൈനിങ്, ഗാർമെൻറ്റ് ഡിസൈനിങ് പോലുള്ള അഡ്മിഷനുകൾ, അങ്ങനെ പല 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 രീതിയിലുള്ള അഡ്മിഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഇപ്പം ലാറ്ററൽ എൻട്രിയോ ഏതെങ്കിലും വർക്കിംഗ് പ്രൊഫഷണലൊന്നും നോക്കേണ്ട കാര്യമില്ല. 10th കഴിഞ്ഞിട്ട് നമുക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ എന്താണെന്ന് നോക്കി അതിന് മാത്രം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡിപ്ലോമ അഡ്മിഷൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതാണ് ഈ polyadmission.org എന്ന സൈറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ 24-25 വർഷത്തെ പോളിടെക്നിക് കോളേജ് പ്രസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്, ഇതിൻ്റെ സിലബസുകൾ എന്താണ്, കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ കൊല്ലത്തതാണ്. പോളിടെക്നിക് ഡിപ്ലോമ ഇത് കഴിഞ്ഞ് 24-ലാണ്. ഓക്കെ, പുതിയത് വരെ വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അത് ഇപ്പം ഉടനെ തന്നെ അത് വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ സൈറ്റ് കാണിച്ചു തരുന്നു മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് കോഴ്സുകൾ, ഏതൊക്കെ സ്ഥാപനങ്ങൾ കോഴ്സുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റിക്ക് SITTR കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ വെബ്സൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൈറ്റിലോട്ടാണ് പോകുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് റിസർച്ച് കളമശ്ശേരി എന്ന സൈറ്റിലാണ്. ആ സൈറ്റിലാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലേണിംഗ് റിസോഴ്സസ്, പിന്നെ ഡിപ്ലോമ, അതുപോലെ ഫാഷൻ ഡിസൈനിങ്, മറ്റുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അഡ്മിഷൻസ്, റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻസ്, അതിൻ്റെ അക്കാഡമിക് കോഴ്സസ്, സിലബസ്, മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെ കോളേജുകൾ, പോളിടെക്നിക്കൽ കോളേജുകളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോളിടെക്നിക് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 3 ഇയർ ഡിപ്ലോമ കോഴ്സിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. 10th കഴിഞ്ഞ് 3 ഇയർ ഡിപ്ലോമയ്ക്ക് പോവുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. പോളിടെക്നിക്കൽ കോളേജ് ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പം ഒരു 46ഓളം ഗവൺമെൻറ് കോളേജുകളുടെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് ഈ പറയുന്ന സൈറ്റിൽ കയറി ഈ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് കളമശ്ശേരി എന്നുള്ള അതിൽ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യണം. റീഡയറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കോളേജുകൾ കാണാം. ട്രിവാൻഡ്രത്തുള്ള കോളേജുകൾ, നെടുമങ്ങാട്, പുനലൂർ, വെണ്ണിക്കുളം, മെഴുകുണ്ട്, ഇങ്ങനെ എല്ലാ സ്ഥലവും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സ്ഥലം എന്നാണെന്ന് നോക്കി അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഏത് കോളേജിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കോളേജുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഏതൊക്കെ കോളേജുകളാണ്, കോഴ്സസ് നമ്മൾ പറഞ്ഞു.
ഇപ്പോൾ ഡിപ്ലോമ കോഴ്സസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോളിടെക്നിക് കോളേജ്, ഗവൺമെൻറ് കോളേജ്, ഇനി എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെയാണ്? ഇത് നോക്കി എയ്ഡഡ് കോളേജ് കിട്ടും. 6 എയ്ഡഡ് കോളേജസിലുണ്ട്. ഓക്കെ, ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് കൊട്ടിയം, NSS പോളിടെക്നിക് കോളേജ് പന്തളം, അതുപോലെ കാർമൽ പോളിടെക്നിക് കോളേജ് ആലപ്പുഴ. ഇങ്ങനെ ഈ കോളേജുകളിൽ തിരൂർ, കാഞ്ഞങ്ങാട്, അൽക്കപ്പാനേർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കോളേജുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജ്, IHRDയുടെ താഴെയുള്ള കോളേജുകൾ. അപ്പം മോഡൽ പോളിടെക്നിക് കോളേജ് കരുനാഗപ്പള്ളി, അതുപോലെ മോഡൽ പോളിടെക്നിക് കോളേജ് മട്ടക്കര, പൂഞ്ഞാറ്, പൈനാവ്, തൃശ്ശൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ഇങ്ങനെയുള്ള കോളേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, കേപ്പിന് താഴെ കോളേജുണ്ട്, LBSന് താഴെ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇത് ഈ സൈറ്റിൽ കയറിയിട്ട് ഓരോന്നോരോന്ന് നിങ്ങൾ നോക്കും നിങ്ങൾക്ക് കോളേജസ് അറിയാൻ പറ്റും. ഇനി ഈ കോഴ്സസാണ് ഇപ്പം നമ്മൾ നോക്കി കോളേജുകളാണ് അല്ലേ. ഇപ്പം നോക്കുന്നത് പോളിടെക്നിക്കിൻ്റെ കാര്യം മാത്രം ഇപ്പം നോക്കുന്നത്. ഇനി നമുക്കതിൻ്റെ കോഴ്സസ്, എന്തൊക്കെ കോഴ്സുകളുണ്ട്, അതിൻ്റെ സിലബസ് എന്താണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കോഴ്സ് ഓരോ ഡിപ്ലോമ പ്രോഗ്രാംസിൻ്റെ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കോഴ്സുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഉദ്ദേശം ഒരു 42 കോഴ്സുകളോളം നമുക്കുണ്ട്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിവതും IT റിലേറ്റഡ് കോഴ്സുകൾ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അതിനകത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, IT റിലേറ്റഡ് കോഴ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, 2 കൊല്ലം മാറി നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സുകളാണ്. 2-3 കൊല്ലം നിങ്ങൾ മാറി നിന്നിട്ട് വീണ്ടും വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫീൽഡ് ഔട്ടായി പോകും, നിങ്ങൾ വീണ്ടും ഒന്നേന്ന് തൊട്ട് പഠിക്കേണ്ടി വരും. കാര്യം ഇത് ചേഞ്ചസ് ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് IT റിലേറ്റഡ് കോഴ്സുകൾ നിങ്ങൾക്ക് പാരലായിട്ട് വേറെയും പഠിക്കാവുന്നതാണ്. ധാരാളം കോഴ്സുകൾ അവൈലബിളാണ്, ഫ്രീ കോഴ്സുകളും മറ്റും എല്ലാം അവൈലബിളാണ്. അതുകൊണ്ട് അത്തരം കോഴ്സുകൾ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മറ്റു കോഴ്സുകളുണ്ട്. ഇപ്പം നമുക്ക് ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, അതുപോലെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അത്തരം കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഇനി വേറെ ഡെവലപ്മെൻറ്റ് വരാനോ ഇല്ലെങ്കിൽ മാറിയാലും വലിയ ചേഞ്ചസ് വരാനില്ല. അതുകൊണ്ട് അത്തരം കോഴ്സുകൾ പഠിച്ചാൽ അത് എന്നും നിങ്ങൾക്കത് കാണും. അപ്പം അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പാരലായിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായിരിക്കും ഒരു കണക്കിന് നല്ലത്. പക്ഷേ അത് കുട്ടിയുടെ താല്പര്യമാണ്. കുട്ടിക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതിലെ ഓരോ മെനുവും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ സിലബസ് എല്ലാത്തിൻ്റെയും സിലബസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമയുടെ സിലബസ് വേണമെങ്കിൽ സിലബസ് നിങ്ങൾ നോക്കാം. സിലബസ് നോക്കുമ്പോൾ അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസിനകത്ത് വരുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി പോയിൻറ്റ്സ്, ഹാൻഡ് ബുക്ക് എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെയും നിങ്ങൾക്ക് സിലബസ് കിട്ടും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സിലബസാണ് നോക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സിലബസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെ സബ്ജക്റ്റുകളുണ്ടെന്നും ഓരോന്നിനും ടീച്ചിങ് സ്കീം എന്താണ്, എത്ര മണിക്കൂർ പഠിപ്പിക്കണം, ഇവാലുവേഷൻ സ്കീം എന്താണ്, ക്രെഡിറ്റുകൾ എത്രയാണ്, സബ്ജക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. കണ്ടോ, മൊത്തം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ പാടുള്ളതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉണ്ട്. ഓക്കെ, ലാബ് മാനുവൽ, അക്കാഡമിക് കലണ്ടറുണ്ട്, എന്ന് തുടങ്ങും എന്ന് തീരും, എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ഗൈഡൻസ് മാത്രമേ ഇതിനകത്ത് തരുന്നുള്ളൂ. അല്ലാതെ മൊത്തം നമുക്ക് നോക്കാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിനകത്ത് കയറി നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഴ്സ്, പലതരം കോഴ്സുകൾ നമ്മൾ പറഞ്ഞു. അതിലിനി അടുത്ത കോഴ്സ് നമുക്ക് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയ കോഴ്സ് എന്താണ്, നമ്മൾ ഡിപ്ലോമ ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത കോഴ്സ് GCI അഡ്മിഷൻ്റെ കോഴ്സാണ് നോക്കുന്നത്. GCI എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ GCI ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന കോഴ്സുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്ടസ് മലയാളത്തിൽ അത് കിടപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതെന്ന് പറഞ്ഞത്. ഓക്കെ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ് ഈ കോഴ്സ്. ഓക്കെ, ഇത്
ഇതെല്ലാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അപ്രൂവ് ചെയ്ത കോഴ്സുകളാണിത്. ഓക്കെ, അപ്പോൾ ഇതിന് പോലെ ഡേറ്റ്സ് അടക്കം ഇതിനകത്ത് കാണാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലത്താണ്, അതുകൊണ്ടാണ് ഇതിൽ 24 ഡേറ്റാണ് കിടക്കുന്നത്. പുതിയതുവരെ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി, polyadmission.org എന്ന സൈറ്റിൽ ചെക്ക് ചെയ്യുക. അത് ഈ പറയുന്ന പോലെ പിന്നെ 10th അഡ്മിഷൻ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഇത് കാണുകയുള്ളൂ. ഓക്കെ, അതെല്ലാം അപ്പോഴത്തേക്ക് അവരിതെല്ലാം ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇതെല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതരം സ്ഥാപനങ്ങളും സീറ്റുകൾ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഇതൊരു 2 കൊല്ലത്തെ ഒരു കോഴ്സാണ്. ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം പല ഡിസ്ട്രിക്റ്റുകളിലും ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ 2 കൊല്ലത്തെ കോഴ്സാണ്. അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ സീറ്റുകൾ മൊത്തം 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കൊല്ലം കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ തന്നെ സംവരണമുള്ള സീറ്റുകൾ പറയുന്നുണ്ട്. 5% ഭിന്നശേഷിക്കാർ സംവരണമുണ്ട്. മാത്രമല്ല മറ്റു കാര്യം പറയുന്നത് ജനറൽ മെറിറ്റിൽ 50%, അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10%. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ സംഭരണം എത്രയാണെന്നും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഇനി നമ്മൾ ഇതിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ പഴയ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവുക. അപ്പോൾ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എവിടേക്കാണ് GCS ഉള്ളത്. അപ്പോൾ മണ്ണന്തല, പുനലൂർ, ആലപ്പുഴ, ഏറ്റുമാനൂർ തുടങ്ങി 17 സ്ഥലങ്ങളിലാണ് ഉണ്ടെന്ന്. വയനാട്, കണ്ണൂരിൽ 2 ഉണ്ട്, കോഴിക്കോട് 2, മലപ്പുറത്ത് 1, പാലക്കാട്, തൃശ്ശൂർ 1, എറണാകുളത്ത് 3, ഇടുക്കിയിൽ 1, കോട്ടയം, ഏറ്റുമാനൂർ, ആലപ്പുഴ, ട്രിവാൻഡ്രത്ത് 1, ഇങ്ങനെയാണ് പുനലൂർ. ഇങ്ങനെ 17 ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സും സിലബസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് പറഞ്ഞ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ ആണ്. ഇത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത കോഴ്സ് ഏതാണെന്ന് നോക്കാം. ഓരോരോ കോഴ്സുകളായിട്ട് നമുക്ക് നോക്കാം. എല്ലാ കോഴ്സും ഇത് ഈ സൈറ്റിൽ കയറിയാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് മാത്രമേ തരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ സൈറ്റ് കയറത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് ഈ ഡേറ്റ്. ഇതിനകത്ത് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, എന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇത് പറയുന്നുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും പറയുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ്, കൗൺസിലിംഗ് ഡേറ്റ്, കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സുകളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കോഴ്സ് നോക്കാം. നമുക്ക് വേണ്ടത് FDGT കോഴ്സ്. FDGT കോഴ്സ് എന്താ നമുക്ക് നോക്കാം. FDGT കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം, FDGT പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, ഈ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. ഇത് ആദ്യം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാഷൻ ഡിസൈനിങ് എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കേശവദാസ് വരും, കണ്ടള, മൊത്തം എല്ലാം കൂടെ 42 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾ നോക്കി അതിനകത്ത് അറിയാവുന്നതാണ്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസ്പെക്ടസ് നോക്കാം. പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി അതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട്. അതിനകത്ത് ഡേറ്റ്സ് പറയുന്നുണ്ട്. 5/8/24 ഇത് കഴിഞ്ഞ കൊല്ലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം ഈ സമയത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് 10th റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോഗ്രാം കാലാവധി, സീറ്റുകളുടെ എണ്ണം എല്ലാം പറയുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് പ്രോഗ്രാം സ്ഥാപനങ്ങൾ, സീറ്റുകൾ. ഓക്കെ, അതുപോലെ ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രോസ്പെക്ടസും മറ്റും ഡൗൺലോഡ് ചെയ്യുകയും അതുപോലെ ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കും അതെല്ലാം ഇതിനകത്തുണ്ട്. ആ സൈറ്റുകളെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇപ്പം വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഈ സൈറ്റ് നമുക്ക് നോക്കാം വർക്കിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഈ സൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. ഇതിനകത്ത് ആ സമയമാകുമ്പം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും ഇവിടെ തന്നെ കാണും ആ സമയത്ത്. ഓക്കെ, അപ്പം
ഇതിൽ എന്താണ് ഈ കോഴ്സ് ഉദ്ദേശിക്കുന്നത്? ഫാഷൻ ഡിസൈൻ ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായി സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്ന അഡ്മിഷൻ പോർട്ടൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ അതുവഴി അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കാലാവധി 2 കൊല്ലമാണെന്നും പറയുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം പറയുന്നത് ഒരു സ്ഥാപനത്തിൽ 24 സീറ്റാണുള്ളത്. അതിൻ്റെ സംവരണവും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും പറയുന്നുണ്ട് എങ്ങനെയാണ് സംവരണമൊക്കെ വരുന്നത്, എങ്ങനെയാണെന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഫീസ് എന്താണ്, എത്ര രൂപ ഫീസാണ് കൊടുക്കേണ്ടത്, ഇക്കാര്യമെല്ലാം ഇതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസാണ്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞു, അക്കാഡമിക് കോഴ്സസ്. അപ്പോൾ ഇതിനകത്ത് ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ. മറ്റേ ഗാർമെൻറ്റ് ടെക്നോളജിയുടെ കോഴ്സ് ഡീറ്റെയിൽസ്, കരിക്കുലം ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പറയുന്നത്. കരിക്കുലം ഓഫ് ഫാഷൻ ഡിസൈനിങ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പഠിപ്പിക്കുന്നത് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി സ്കീം, ടെക്സ്റ്റൈൽ സയൻസ്, ബേസിക് പാറ്റേൺ മേക്കിംഗ്, ബേസിക് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, സർഫസ് ഓർണമെൻറ്റേഷൻ ടെക്നിക്സ്, ഇങ്ങനെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇത് പറയുന്നുണ്ട്. എന്തൊക്കെ സബ്ജക്റ്റുകളുണ്ടെന്നും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സബ്ജക്ട്സും മറ്റു കാര്യങ്ങളും സിലബസ് അടക്കം എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത ഇതിലേക്ക് പോകാം. ഇനി ഓക്കെ, ഇനി നെക്സ്റ്റ് കോഴ്സ് KGCE അഡ്മിഷൻസ്. അത് സർട്ടിഫിക്കറ്റ് കോഴ്സ്, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എന്താണെന്ന് നോക്കാം. KGCE കോഴ്സുകൾ, അതിൻ്റെ പ്രോസ്പെക്ടസ് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, അതായത് ITI പോലെയുള്ള കോഴ്സുകളാണ്. ITI ആ ഒരു കേഡറിലുള്ള സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഇതെല്ലാം അപ്രൂവ്ഡ് കോഴ്സുകൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകളാണ്. ഇത് 2 വർഷത്തേക്കുള്ള കോഴ്സുകളാണ്. 10ാം ക്ലാസ് ജയിച്ചവർക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇത് പലതരം ഇതുണ്ട്. അഗ്രോ മെഷീനറി, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് തുടങ്ങി പല വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസാണിത് ചെയ്യുന്നത്. ITI പോലുള്ള പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാലാവധി 2 കൊല്ലം. ഇതോടനുബന്ധിച്ച് ഓൺ ദ ജോബ് ട്രെയിനിങ് OJT ഉണ്ടായിരിക്കുന്നതാണ്. അതിന് OJT ചെയ്യുന്നതിന് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടുന്നതാണ്. പ്രവേശന യോഗ്യത പറയുന്നുണ്ട്. SLC തത്തുല്യ പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരായിരിക്കണം, പ്രായപരിധിയില്ല പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ അപേക്ഷിക്കാം, തിരഞ്ഞെടുക്കുന്ന രീതി, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്, പ്രവേശനം എങ്ങനെ ചെയ്യാം, അതുപോലെ ഫീസ് മറ്റ് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെങ്കിൽ നോക്കാം. പോളിടെക്നിക്ക്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ, കമ്മേഴ്ഷ്യൽ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാണിക്കുന്നില്ല. ടെക്നിക്കൽ ഹൈസ്കൂൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് പറയുന്നില്ല പ്രത്യേകിച്ച്. സിലബസുകൾ പറയുന്നുണ്ട്. സിലബസ്, ഡിപ്ലോമ, ഫാഷൻ ഡിസൈൻ, ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഏതൊക്കെ ITI മറ്റു കാര്യങ്ങൾ ചിലപ്പം മറ്റേ സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. അതിനകത്ത് ചിലപ്പം പേയ്മെൻറ്റ് ഇഷ്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ, ഇൻസ്റ്റിറ്റ്യൂഷന് നോക്കട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. നിങ്ങളതനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. ഭാരത് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരമ്പന ഇതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആൽഫ ITI, ലാർജ് ജംഗ്ഷൻ, ഇതെല്ലാം പറയുന്നുണ്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോഗിനിൽ കയറി വേണം ഇത് ചെയ്യാൻ. ഓക്കെ, പേയ്മെൻറ്റ് അത് കാൻഡിഡേറ്റ് ലോഗിൻ, 1 ടൈം രജിസ്ട്രേഷനുണ്ട്.
ഇത്ര സമയമാകുമ്പം ഇതെല്ലാം ഓപ്പൺ ആവും. ഇപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കാര്യം അതിന് സമയമായില്ല. ഇപ്പം 10th എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. മെയ് ജൂൺ സമയങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ അടുത്ത കോഴ്സ് നമ്മൾ പറഞ്ഞു, ITI കോഴ്സ് പറഞ്ഞു. ഇനിയൊരു കോഴ്സ് ഉള്ളത് പ്രിൻറ്റിങ് അഡ്മിഷൻസ്. പ്രിൻറ്റിങ്ങിന് വേണ്ടി മാത്രം കോഴ്സുകളുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ് ടെക്നോളജി ഒക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പ്രോസ്പെക്ട്സും ഇവിടെ ഉണ്ട്. അതിനകത്ത് KGTE പ്രിൻറ്റിങ് ഗ്രൂപ്പ് കോഴ്സിലേക്കുള്ള പ്രവേശനമുണ്ട്. അതിനകത്ത് സീറ്റുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, പ്രസ് ഓപ്പറേഷൻ ഫിനിഷിങ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം പ്രസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പ്രധാനമായും KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, പ്രധാനമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനമാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡാണ്. അപ്പം അച്ചടി രൂപകൽപ്പന, നിറങ്ങൾ സംബന്ധിച്ച പഠനം, DTP രംഗത്ത് പ്രാവീണ്യം നേടുന്നത്, DTP മറ്റു കാര്യങ്ങൾ പ്രാവീണ്യം നേടുന്നതിനായ സോഫ്റ്റ്വെയറുകളുടെ പരിശീലനം, ഇതൊക്കെയാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ പ്രസ് വർക്ക്, വിവിധ തരത്തിലുള്ള പ്രിൻറ്റിംഗ് പ്രസ്സുകൾ, പ്രിൻറ്റിങ്ങിന് വേണ്ട സാധന സാമഗ്രികൾ, പ്രസ്സുകളുടെ പ്രവർത്തനം ബന്ധപ്പെട്ട പഠനം എന്നിവയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ഫിനിഷിങ്, പ്രിൻറ്റിങ്ങിൻ്റെ പൂർണ്ണത വരുത്തുന്നുള്ള ബൈൻഡിങ്, പാക്കേജിങ് തുടങ്ങിയ പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരം കോഴ്സ്, ഇതിൻ്റെ സീറ്റുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്, എത്രയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഇത്തരം കോഴ്സുകളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ളത്, ഇനി അടുത്ത കോഴ്സ് എന്താണ് നമുക്ക് നോക്കാം. അടുത്തത് DHMC അഡ്മിഷൻ ഹോട്ടൽ, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി. ഇത് 4 വർഷ ഡിപ്ലോമ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസ്പെക്ട്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനകത്ത് ഡിഫറെൻറ്റ് കോളേജസും മറ്റു കാര്യങ്ങളും 4 കൊല്ലത്തേക്കാണിത് ഉള്ളത്. അതിൽ മാനേജ്മെൻറ്റ് സീറ്റ് എത്രയാണ്, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫീസ് പറയുന്നുണ്ട്, റിസർവേഷൻ പറയുന്നുണ്ട്, അലോട്ട്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ റിസർവേഷനുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അടുത്ത കോഴ്സ് നമുക്ക് നോക്കാവുന്നത് THS എന്താണ്? ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ്. ഇത് നമ്മൾ 8, 9, 10 ഹൈസ്കൂളിലേക്കുണ്ട്. അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. നമ്മൾ 10th കഴിഞ്ഞ കോഴ്സുകളാണ് നോക്കുന്നത്, അതുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. അപ്പം ഇത് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഫാഷൻ ഡിസൈനിങ് എല്ലാ കോളേജുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ പിന്നെ ഓരോന്നിൻ്റെയും അഡ്മിഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ പ്രിൻറ്റിംഗ് കോഴ്സിൻ്റെ കാര്യം, എല്ലാത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അതുപോലെ ലേണിംഗ് റിസോഴ്സ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഡിപ്ലോമ ഇതിനകത്ത് എന്തെങ്കിലും വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വളരെ വിശദമായൊരു വെബ്സൈറ്റാണിത്. ഈ വീഡിയോ 10th കഴിഞ്ഞ് കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന, പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഡിപ്ലോമ കോഴ്സുകളിലെ ഗവൺമെൻറ് ഡിപ്ലോമ കോഴ്സിനെ പറ്റിയുള്ള വിവരമാണ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2-ൽ കൂടുതൽ കോഴ്സുകളുമായിട്ട് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ ഇത് കേരളത്തിനകത്തുള്ള കോഴ്സുകൾ മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിന് വെളിയിലുള്ള കോഴ്സുകളെ പറ്റിയും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത പാർട്ടുകളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. താങ്ക് യു.